കുറച്ച് ദിവസമായി മിനി വ്ളോഗൊക്കെ എടുത്തിട്ട് ഇപ്പം ഞാൻ കുറച്ച് തിരക്കിലാണ്. നമ്മൾ ക്യാൻഡിൽ ബിസിനസ് തുടങ്ങിയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എന്തായാലും ഒരു മോർണിംഗ് മിനി വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. വൃശ്ചിക മാസത്തിന്റെ നോലമ്പൊക്കെ തുടങ്ങിയതുകൊണ്ട് രാവിലെ തന്നെ ആ കുളി അങ്ങ് തീർത്തു. ഓവർ മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും വീട്ടിലാണെങ്കിലും ലിപ്സ്റ്റിക്ക് അത് നിർബന്ധമാണ്. ലൈറ്റായിട്ട് മതി, പക്ഷെ ഇത് കുറച്ച് കൂടിപ്പോയി. ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് എങ്ങനെയുണ്ട്? മാൾസിന്റെ ഗുബ്സൂരത് കുച്ചിപ്പൊടിയാണ്. കുഞ്ഞു പൊട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ മേക്കപ്പ് തീർന്നു. അപ്പൊ എങ്ങനെയുണ്ട് എന്നെ കാണാൻ? ഓവർ മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും ഭംഗിയൊക്കെ ഉണ്ടല്ലേ? ഇതൊക്കെ മതി. അവരെ കുളി കഴിഞ്ഞതുകൊണ്ട് പിന്നെ വേഗം പോയി വിളക്കൊക്കെ വെച്ചു. ഇവിടെ വെച്ചിരിക്കുന്ന ബൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ബർത്ത്ഡേക്ക് പിന്നീട് ഗിഫ്റ്റ് എന്ന ബൊക്കെയായിരുന്നു. അത് കളയാൻ തോന്നഞ്ഞപ്പോൾ ഞാനത് വേഗം കൊണ്ടുപോയി ജാറിലിട്ടിട്ട് അവിടെ ഞാനൊരു ബൊക്കെ ഉണ്ടാക്കിയെടുത്തു. ഈ ഒരു റോസിന്റെ തണ്ട് ഇച്ചിരി വണ്ണുള്ളതുകൊണ്ട് ഞാനത് കളഞ്ഞില്ല. പകരം ബാൽക്കണിയിൽ കൊണ്ടുപോയി അവിടെ ഒരു ചെടിച്ചട്ടിയിൽ കൊണ്ടുപോയി അങ്ങ് നട്ടു. ഞാൻ എൻ്റെ ബാൽക്കണിയിൽ ഇതുവരെ ചെയ്യാത്തൊരു ഐറ്റമാണ് ഈ റോസ് ചെടി. ബാൽക്കണിയിൽ ഒത്തിരി സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വേണ്ട 2 ചെടി മാത്രമേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് ചെടി വളർത്തി കഴിഞ്ഞാൽ എന്നും നനയ്ക്കുന്ന കൂട്ടത്തിൽ കൊതുകും കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ചെടികളെ വന്ന് നശിപ്പിച്ചു കൊണ്ടുപോകുന്ന പ്രാണികളെക്കാൾ എനിക്ക് ഏറ്റവും പേടിത് ഇവനെയാണ്. അങ്ങനെ നശിപ്പിക്കാൻ വരുന്ന പ്രാണികൾക്ക് ഒരു ഇല പോലും തിന്നാൻ കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പാണ് കേട്ടോ. കഴിഞ്ഞൊരു തവണ ഞാൻ ചെറുപയർ ദോശ ഉണ്ടാക്കിയ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനിടയിൽ അതൊരു വൻ ഹിറ്റായിരുന്നു കേട്ടോ. ഒരുപാട് പേർക്ക് അതൊരു യൂസ്ഫുൾ വീഡിയോ ആയിരുന്നു. പഞ്ചസാരയും കൂട്ടി കഴിച്ചുകൊണ്ടിരുന്ന അതിപ്പം ഞങ്ങളെ കണ്ടിട്ട് കറിയൊക്കെ എടുത്ത് ഒഴിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത്. എല്ലാം കൂടെ വലിച്ചു വാരി പുറത്തേക്ക് ഇടുന്നത് അവന് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നതാണ്. അവനും നല്ലത്, എനിക്കും നല്ലത്. അപ്പോൾ പുതിയ വിശേഷങ്ങളായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.